ഓക്കെ, ഷബീർ ഒമീറോട് വന്നിട്ടുണ്ട്. ഷബീർ ഒമീർ, ആവേശം ഈ ഒരു മൊത്തം ഇതിന്റെ ഈ പ്രചാരണ ചൂടിന്റെ ആവേശം കൊട്ടിക്കലശാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഷബീർ പല തെരഞ്ഞെടുപ്പുകൾക്കും പോയിട്ടുണ്ടല്ലേ? ഇവിടെ ഇടയ്ക്കൊന്ന് വന്നു പോയി. ഈ അവസാന നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിന് എങ്ങനെ തോന്നുന്നു പാലക്കാട്? ശരിക്കും അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്ന ഒരു പ്രതീതി ഈ പ്രചാരണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടുത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ LDFന് ഒരു സാധ്യതയും കൽപ്പിക്കാൻ കഴിയാത്ത മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ എന്തൊക്കെയോ അത്ഭുതം സൃഷ്ടിക്കും അല്ലെങ്കിൽ അത്ഭുതം സംഭവിപ്പിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDFന്റെ പ്രചാരണമുള്ളത്. നേതൃത്വം തന്നെ അക്കാര്യം ആവർത്തിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ അസ്ലംക ഈ സരിന്റെ ബൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വോട്ട് വിഹിതത്തിന് 70,000 വോട്ട് പിടിക്കുന്നതാണ്. അതെ, അത് എവിടെ നിന്ന് പിടിക്കുമെന്ന കാര്യത്തിൽ ചില കാൽക്കുലേഷൻ ഒരു പക്ഷേ അദ്ദേഹത്തിനുണ്ടാകും. എന്തായാലും ഇത്തവണ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ ഇപ്പോൾ ദിവ്യ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതായത് കൂറുമാറ്റങ്ങൾ നടക്കുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ LDFന്റെ സ്ഥാനാർത്ഥി തന്നെ ഇപ്പുറത്തേക്ക് വന്നാണ്. അതോടൊപ്പം തന്നെ പലരും കോൺഗ്രസ് വിടുന്നു, BJPയിൽ നിന്ന് ആള് മാറുന്നു. ഇപ്പോഴും ആളുകൾ മാറുമെന്ന ഒരു അഭ്യൂഹം നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ നേതാവ് കുറച്ചു മുമ്പ് CPMലേക്ക് ചേരുന്നു. ഇനി BJPയിൽ നിന്ന് കുറെ പേര് ഇങ്ങോട്ട് വരും, കോൺഗ്രസിലേക്ക് വരുമെന്നുള്ള അഭ്യൂഹം നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് പോകും. നമ്മൾ ചോദിക്കുന്നത് ഈ പ്രചരണം ഇപ്പോ സാധാരണഗതിയിൽ എന്ന് പറയുന്നത് ഒരു പ്രചരണം നടക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഓരോ ദിവസം ഇവിടുത്തെ റോഡ് ഷോ തന്നെ ഓരോ ദിവസം ഓരോരുത്തർ മത്സരിക്കുകയാണ്. അപ്പൊ ഈ പ്രചരണം ഈ 3 പേർക്കും ശരിക്കും മുഖത്തോട് നോക്കി നിന്നുകൊണ്ട് കൊട്ടിക്കലാശം. അപ്പൊ ഈ ഒരു അവസാന ഘട്ടം വളരെ ഒരു ഇങ്ങനെ ആളുകൾക്കെല്ലാം കാണാൻ പറ്റുന്ന ഭയങ്കര ഒരു വൈബ് നൽകില്ലേ? തീർച്ചയായും ഈ കൊട്ടിക്കലാശം സ്വാഭാവികമായിട്ടും വലിയ ആഘോഷമാക്കും. പരമാവധി ആളുകൾ ഇപ്പോൾ UDFന്റെ ഒക്കെ പ്രവർത്തകർ പല ജില്ലയിൽ നിന്ന് വന്നു. അപ്പൊ നേരത്തെ 2 പേരോട് സംസാരിക്കുന്നത് ഒരു പട്ടാമ്പിന്നും മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും വന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. UDF ക്യാമ്പിന്റെ അവിടെ നിന്ന് ലൈവ് കൊടുത്തപ്പോ തിരുവനന്തപുരം മുതൽ കണ്ണൂർ ഒരാളെ കിട്ടുന്നുണ്ട്. പക്ഷെ LDFൽ അങ്ങനെ പുറമെ നിന്ന് ആളുകൾ വന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് വന്നേക്കാം. ഒപ്പം തന്നെ BJPയിലും വലിയ കാര്യമായിട്ട് പുറത്തു നിന്നുള്ള ആളുകളില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJPക്ക് ഇവിടെ നല്ല സ്വാധീനമുള്ള അവരുടെ മണ്ഡലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഇത്തവണ പ്രചാരണത്തിൽ നമ്മളിപ്പോ ഈ നോക്കിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ദിവസം UDF ഒരു മ്യൂസിക് ഷോ നടത്തുന്നു. ഒപ്പം തന്നെ LDF മ്യൂസിക് ഷോ നടത്തുന്നു. ആ നിലയ്ക്ക് BJP ഒരു ഷോ നടത്തിയിട്ടില്ല. പക്ഷേ അടിത്തട്ടിൽ കൃത്യമായി അവരുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യുന്ന തരത്തിൽ അടിത്തട്ടിൽ കൃത്യമായ സ്ക്വാഡ് വർക്ക്, കൃത്യമായ RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തന്നെ താഴെത്തട്ടിൽ കൃത്യമായ അവരുടെ സ്വാധീന മേഖലകളിൽ വോട്ടുറപ്പിക്കുന്നതിന് വഖഫ് ഉൾപ്പെടെ വിഷയങ്ങളിലൂടെ കൃത്യമായി വർഗീയ ചേരിതിരിവിലൂടെ അത് കൃത്യമായി നടത്തുന്നുണ്ട്. തീർച്ചയായും അത് ഒരു ഷോ നടത്താതെ അല്ലെങ്കിൽ ഷോ കാണിക്കാതെ പുറമേക്ക് കുറെ ആളും ബഹളവും ആഘോഷവും കാണിക്കാതെ അടിത്തട്ടിൽ താഴെത്തട്ടിൽ കൃത്യമായി അവരുടെ വോട്ട് വീഴ്ത്തുന്ന തരത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടക്കുന്നു. ഒപ്പം തന്നെ അവരുടെ സ്വാധീന മേഖലയിൽ മാത്രമല്ല, താരതമ്യേന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തടക്കം BJP പ്രവർത്തകർ ചെന്ന് വീട് കയറി പരമാവധി വോട്ടുകൾ ആ ഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി അവരിലേക്ക് അനുകൂലമാക്കുന്ന തരത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത.